നമ്മളിന്ന് സ്ഥിരമായി കേൾക്കാറുള്ളതും വളരെ കൺഫ്യൂസിങ്ങുമായിട്ടുള്ള ചില AI ടീംസിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഏജൻറ്റിക് AI ഏജൻറ്റ്, ജനറേറ്റീവ് AI. ഈ മൂന്ന് ടേംസിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവയിൽ AI ഏജൻറ്റ്, ഏജൻറ്റിക് AI എന്നീ ടേംസ് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടേംസാണ്. ആദ്യമായി ജനറേറ്റീവ് AI എന്താണ് എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ജനറേറ്റീവ് AI. കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുവാൻ യൂസ് ചെയ്യുന്ന AI ആണ് ജനറേറ്റീവ് AI. പുതിയ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുവാൻ ഇവയ്ക്ക് സാധിക്കും. അത് ചിലപ്പോൾ ടെക്സ്റ്റ് കണ്ടൻ്റ് ആകാം, ഓഡിയോ ആകാം, ഇമേജ് ആകാം, വീഡിയോ ആകാം, ഇങ്ങനെ എന്തുമാകാം. ഫോർ എക്സാമ്പിൾ, ChatGPT യൂസ് ചെയ്ത് ടെക്സ്റ്റ് കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുവാൻ സാധിക്കും. DALL-E എന്ന AI യൂസ് ചെയ്ത് ഇമേജ് ജനറേറ്റ് ചെയ്യുവാൻ സാധിക്കും. GitHub Copilot യൂസ് ചെയ്ത് പ്രോഗ്രാമിംഗ് കോഡ് ജനറേറ്റ് ചെയ്യുവാൻ സാധിക്കും. Sora എന്ന AI യൂസ് ചെയ്ത് വീഡിയോ ജനറേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇങ്ങനെ ഡിഫറെൻറ്റ് AI മോഡൽസ് യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുവാൻ സാധിക്കും. സോ ഈ ഒരു AI മേഖലയാണ് ജനറേറ്റീവ് AI. ഇവിടെ യൂസർ ഇൻപുട്ട് അഥവാ പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിന് റെസ്പോൺസായി മോഡൽ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഇവിടെ AI മോഡൽ യൂസറിൻ്റെ ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. യൂസറിൽ നിന്നുള്ള പ്രോംപ്റ്റ് അനുസരിച്ച് ഔട്ട്പുട്ട് കൊടുക്കുന്നു. ഇവിടെ AI മോഡൽ സ്വന്തമായി ഡിസിഷൻസ് എടുക്കുന്നില്ല. ഒരുപാട് ഡേറ്റ യൂസ് ചെയ്ത് ട്രെയിനിങ് ചെയ്യിച്ച ഇത്തരം മോഡൽസ് പുതിയ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ ബേസിക്കലി യൂസറിൻ്റെ ഇൻപുട്ട് അനുസരിച്ച് മാത്രം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇതാണ് ജനറേറ്റീവ് AI. നെക്സ്റ്റ്, AI ഏജൻറ്റ് എന്നാണ് എന്ന് നോക്കാം. AI ഏജൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. AI മോഡൽസ് യൂസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടാസ്ക് ഓട്ടോണമസ്ലി ചെയ്യാൻ കഴിവുള്ള സിസ്റ്റംസാണ് AI ഏജൻറ്റ്. ഇവിടെ ഈ ടാസ്ക് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആയ ടാസ്ക് ആയിരിക്കും. ഒരു ലിമിറ്റഡ് എൻവയോൺമെൻറ്റിൽ നിന്നുകൊണ്ട് ഒരു സ്പെസിഫിക് ടാസ്ക് AI മോഡൽസ് യൂസ് ചെയ്ത് ഓട്ടോണമസ്ലി ചെയ്യുവാൻ കഴിവുള്ള സിസ്റ്റംസാണ് AI ഏജൻറ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് കരുതുക. ഇവിടെ ജോബിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇമെയിൽസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. മേ ബി ഡസൻസ് ഓഫ് ഇമെയിൽസ്. ചിലത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇമെയിൽസ് ആകാം, ചിലത് സ്പാം ഇമെയിൽസ് ആകാം, മറ്റു ചിലത് റൊട്ടീൻ അപ്ഡേറ്റ്സ് ആകാം. ഇവയെല്ലാം പ്രോപ്പർലി റിപ്ലൈ കൊടുക്കേണ്ടതുണ്ട്. ഇത്തരം ഇമെയിൽസിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയ ഇമെയിൽസ് ഫിൽറ്റർ ചെയ്ത് റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് ഒരു ഹെവി ടാസ്ക് ആണ്. ഇവിടെ നിങ്ങളുടെ ഹെൽപ്പിന് വേണ്ടി ഒരു AI ഏജൻറ്റ് ആഡ് ചെയ്യുന്നു എന്ന് കരുതുക. ഈ ഒരു AI ഏജൻറ്റിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമെയിൽ ബോക്സിനെ ഓട്ടോമാറ്റിക്കലി സോർട്ട് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് അർജൻറ്റ് ഇമെയിൽസ് ഏതാണെന്നും മീറ്റിംഗ് സെറ്റ് ചെയ്യേണ്ട ഇമെയിൽസ് ഏതാണെന്നും റിവ്യൂ നടത്തേണ്ട ഇമെയിൽസ് ഏതാണെന്നും ലിസ്റ്റ് ചെയ്യുന്നു. ഇതിലൂടെ നിങ്ങളുടെ ജോലി കുറച്ചുകൂടെ എളുപ്പമാക്കുന്നു. മാനേജേഴ്സ്, ടോപ്പ് ക്ലയൻറ്റ്സ് എന്നിവയുടെ ഇമെയിൽസ് മിസ്സാകാതെ അവയ്ക്ക് പ്രോപ്പറായി മെയിൽ അയക്കുവാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു AI ഏജൻറ്റ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയ ടാസ്ക് ആണ്. ആൾസോ ഇത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ടാസ്ക് ആണ്. ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ AI മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ഫ്ലൈറ്റ് ബുക്കർ AI ഏജൻറ്റ്. ഈ ഒരു ഏജൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, മുംബൈ ടു ഡൽഹി. ഇവിടെ ഫസ്റ്റ് നടക്കുന്നത് നിങ്ങളുടെ റിക്വസ്റ്റ് AI ഏജൻറ്റ് എടുക്കുന്നുണ്ട്. ദെൻ ഫ്ലൈറ്റ്സ് സെർച്ച് ചെയ്യുന്നു. നിങ്ങളുടെ പ്രിഫേർഡ് ടൈം ആൻഡ് ബഡ്ജറ്റ് കൺസിഡർ ചെയ്ത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നു. ഈ ഒരു AI ഏജൻറ്റ് AI മോഡൽസ് യൂസ് ചെയ്ത് ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അഡീഷണൽ റിസോഴ്സ് ഓർ ഡേറ്റ ആവശ്യമുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ എൻവയോൺമെൻറ്റിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. സോ ഇത്തരം AI സിസ്റ്റംസ് ആണ് AI ഏജൻറ്റ്. സോ ബേസിക്കലി ഇവയുടെ സ്കോപ്പ് വളരെ ബ്രോഡ് ആയിരിക്കുകയില്ല, മിനിമൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, സ്കെഡ്യൂളിംഗ് മീറ്റിംഗ്, ആൻസറിങ് FAQs, പ്രോസസ്സിംഗ് സപ്പോർട്ട് ടിക്കറ്റ്സ് എന്നിങ്ങനെ. സോ AI ഏജൻറ്റ് എന്താണ് എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ്, ഏജൻറ്റിക് AI. ഏജൻറ്റിക് AI എന്താണ് എന്ന് നോക്കാം. കോംപ്ലക്സ് ആയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ബേസിക്കലി മൾട്ടിപ്പിൾ സ്റ്റെപ്സ് അടങ്ങിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മൾട്ടി ഏജൻറ്റ് സിസ്റ്റമാണ് ഏജൻറ്റിക് AI. അതായത് മൾട്ടിപ്പിൾ സ്റ്റെപ്സ് അടങ്ങിയ ഒരു കോംപ്ലക്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ AI യൂസ് ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ മൾട്ടിപ്പിൾ AI ഏജൻറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും, ഡിഫറെൻറ്റ് ടൂൾസ് യൂസ് ചെയ്യേണ്ടി വരും. ഇവയെല്ലാം യൂസ് ചെയ്ത് ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന ഈ ഒരു ഹോൾ സിസ്റ്റത്തിനെയാണ് ഏജൻറ്റിക് AI എന്ന് പറയുന്നത്. ഇവിടെ ഹ്യൂമൻ ഇൻട്രാക്ഷൻ വളരെ കുറവായിരിക്കും. ഈ ഒരു സിസ്റ്റം തന്നെ സ്വന്തമായി റീസണിങ് ചെയ്യുകയും അതിനനുസരിച്ച് ടാസ്കുകൾ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ മെയിൻലി നടക്കുന്നത് ചെയിൻ ഓഫ് തോട്ട്സ് പ്രോസസ്സാണ്. അതായത് ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തിനെ ചെറിയ ചെറിയ ടാസ്കുകളാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. ദെൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പ്രോസസ്സ് ചെയ്യുന്നു. ഓരോ പ്രോസസ്സിലും റീസണിങ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ഏജൻറ്റ്സ് ആൻഡ് LLMs യൂസ് ചെയ്യുന്നു. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ഡിന്നറിന് വേണ്ടി ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് കരുതുക.
ഇവിടെ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് ഡിന്നറിന് എന്ത് ഫുഡ് വേണം എന്നുള്ളതായിരിക്കും. ഒരു ഫുഡ് ഡിസൈഡ് ചെയ്താൽ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അവയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് പോകുന്നു. ഫോർ എക്സാമ്പിൾ ഓംലെറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് അതിൻ്റെ പ്രിപ്പറേഷൻ. അവയ്ക്ക് ആവശ്യമുള്ള പെപ്പർ, സാൾട്ട്, ഒനിയൻ എന്നിവ ചേർക്കുന്നുണ്ട്. പിന്നെ ഫൈനലി ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്നു. ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല, പക്ഷെ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞത്. ആസ് എ ഹ്യൂമൻ ഇവിടെ ഓരോ സ്റ്റെപ്പും ചിന്തിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതുപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ചെയിൻ ഓഫ് തോട്ട്സ്. ഒരു കോംപ്ലക്സ് ടാസ്കിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പ്രോസസ്സ് ചെയ്യുന്നു. ദെൻ ഓരോ സ്റ്റെപ്പിലും റീസണിങ് ആൻഡ് എക്സിക്യൂഷൻ നടത്തുന്നു. ട്രാവൽ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഏജൻറ്റിക് AI എക്സാമ്പിളായി എടുക്കാം. ഈ ഒരു ഏജൻറ്റിക് AI യൂസ് ചെയ്ത് 2 ദിവസത്തെ ബിസിനസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് മാക്സിമം ട്രാഫിക് അവോയ്ഡ് ചെയ്യണം, റെസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടണം, ഫ്രൈഡേ തിരിച്ചെത്തണം. ഇങ്ങനെ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഏജൻറ്റിക് AI ചെയ്യുന്നത് ഈ ഒരു വലിയ ടാസ്കിനെ ചെറിയ ചെറിയ ടാസ്കുകളായി സ്പ്ലിറ്റ് ചെയ്യുന്നു. അവ ഓരോന്നും ഡിഫറെൻറ്റ് LLM ആൻഡ് ടൂൾസ് യൂസ് ചെയ്ത് ഓരോ ടാസ്ക്കായി കംപ്ലീറ്റ് ചെയ്യുന്നു. അവ പിന്നീട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ ഒരു വലിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസറിൻ്റെ ഇൻപുട്ടിൽ നിന്നും ആവശ്യമുള്ള എൻറ്റിറ്റീസ് എക്സ്ട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു LLM യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ GPT-4, ക്ലോഡ് ഇവ യൂസ് ചെയ്ത് എൻറ്റിറ്റീസ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു. മീൻസ് പ്രധാനപ്പെട്ട കോണ്ടെക്സ്റ്റ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു. 2 days ഓഫ് ട്രിപ്പ്, അവോയ്ഡ് ട്രാഫിക്, റിട്ടേൺ ബൈ ഫ്രൈഡേ, ബുക്ക് ഫ്ലൈറ്റ്, ബുക്ക് ഹോട്ടൽ, ഒപ്റ്റിമൈസ് സ്കെഡ്യൂൾ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എൻറ്റിറ്റീസ്. യൂസറിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാൻ യൂസറിൻ്റെ കലണ്ടർ അസസ് ചെയ്യാം. അതിനുവേണ്ടി API ടൂൾസ് യൂസ് ചെയ്യുന്നു. ഫ്ലൈറ്റ് ബുക്കിങ്ങിന് വേണ്ടി ഒരു ഫ്ലൈറ്റ് സെർച്ച് ടൂൾ പ്ലസ് ഒരു LLM യൂസ് ചെയ്യുന്നു. ഇവിടെ LLM യൂസ് ചെയ്യുന്നത് പ്ലാനിങ്ങിന് വേണ്ടിയാണ്. ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു AI ഏജൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ട്രാഫിക്കിനെ കുറിച്ച് അറിയുവാൻ മാപ്പ് API യൂസ് ചെയ്യുന്നു. പ്ലസ് മറ്റൊരു LLM ഫോർ റീസണിങ്. ഇത് യൂസ് ചെയ്ത് എത്രത്തോളം ട്രാഫിക് ഉണ്ടെന്ന് അതിനനുസരിച്ച് ട്രിപ്പ് പ്ലാൻ ചെയ്യുവാനും സാധിക്കും. ഇതുപോലെ തന്നെയാണ് ഹോട്ടൽ ബുക്കിംഗ്. ഹോട്ടൽ ബുക്കിങ്ങിനും സെർച്ചിങ്ങിനും ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൾസോ പ്രിഫറൻസ് അനുസരിച്ച് ഹോട്ടൽസ് ഫിൽട്ടർ ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഹോട്ടൽ ബുക്ക് ചെയ്യുന്നു. ഇവിടെ ബിസിനസ് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഡിഫറെൻറ്റ് ക്ലയൻസുമായി മീറ്റിംഗ് സ്കെഡ്യൂൾ ചെയ്യണം. അതിനുവേണ്ടി ഒരു ഏജൻറ്റ് യൂസ് ചെയ്യാം. ക്ലയൻറ്റിൻ്റെയും യൂസറിൻ്റെയും അവൈലബിലിറ്റി അനുസരിച്ച് മീറ്റിംഗ് സ്കെഡ്യൂൾ ചെയ്യുന്നു. ഫൈനലി എല്ലാ ടാസ്കുകളുടെയും റിസൾട്ട് സമ്മറൈസ് ചെയ്യാൻ ഒരു LLM യൂസ് ചെയ്യുന്നു. ഇത് യൂസ് ചെയ്ത് ഒരു ഫൈനൽ ഔട്ട്പുട്ട് യൂസറിന് കൊടുക്കുന്നു. സോ ഇതാണ് ഒരു ഏജൻറ്റിക് AIയുടെ ഫ്ലോ എന്ന് പറയുന്നത്. ഇവിടെ മൾട്ടിപ്പിൾ AI ഏജൻറ്റ്സ് പ്ലസ് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഹ്യൂമൻ ഇൻട്രാക്ഷൻ വളരെ കുറവാണ്. സോ ഇതാണ് ഏജൻറ്റിക് AIയുടെ വർക്ക് ഫ്ലോ. AI ഏജൻറ്റ്, ഏജൻറ്റിക് AI, ജനറേറ്റീവ് AI ഇവയെക്കുറിച്ചൊരു ഐഡിയ കിട്ടി എന്ന് കരുതുന്നു. കോഡേഴ്സ് ബ്രാഞ്ച് എന്ന നമ്മുടെ മറ്റൊരു ചാനലിൽ അഡ്വാൻസ്ഡ് ആയ AI ടോപ്പിക്കുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോസ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനൽസ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.